അത് നോക്കിയല്ല ഓടുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ സൗകര്യത്തിനാണ് ഞാൻ ഓടുന്നത്. ഇപ്പം സ്വിഗ്ഗിയിൽ നിന്ന് ലേറ്റ് അലാറം അടിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിലും കസ്റ്റമർ വിളിച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ എന്റെ സൗകര്യത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്ന സ്വില്ലിനെ വണ്ടി ഓടിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബോൾട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് 5 മിനിറ്റിനകത്ത് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു പരിപാടി. 5 മിനിറ്റിനകത്ത് ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 2-3 കിലോമീറ്റർ 5 മിനിറ്റിനകത്ത് കൊണ്ട് കൊടുക്കണം, വലിയ പാടില്ലാന്ന് വിചാരിക്കും. പക്ഷേ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ഫുഡ് ഹോട്ടലിൽ നിന്ന് റെഡിയാവുന്ന ടൈം കൂടെയാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടി അത് കസ്റ്റമറിന് എത്തിക്കുന്ന ടൈമല്ല. ഫുഡ് റെഡിയാവുന്ന ടൈം കൂടെ ചേർത്താണെങ്കിൽ 5 മിനിറ്റ്. അപ്പൊ ഈ 5 മിനിറ്റ് അകത്ത് എന്തായാലും എത്തത്തില്ല. 5 മിനിറ്റിനകത്ത് എന്തായാലും എത്തത്തില്ല. ഇതറിയാലോ, പിന്നെ നിങ്ങൾ സ്പീഡ് എടുത്ത് ഓടുന്നെന്ന് ഒരു ചോദ്യം വരും. ഞാൻ പറഞ്ഞുതരാം. ഈ ബോൾട്ട് ഓർഡേഴ്സ് വരുന്ന സമയത്ത് എന്തായാലും അത് ഡിലേ ആവും. ഓർഡർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആവും. ഈ ഒരു ടൈമിൽ ഒരു ഓർഡർ ഒരു ഡെലിവറി പാർട്ണറിന് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 85 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പാർട്ണറാണ്. 85 താഴെ പോയിന്റ് ആണെങ്കിൽ നമ്മൾ സിൽവർ. അതിൽ നിന്ന് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ബ്രോൺസ് പാർട്ണറിലോട്ട് വരും. ഈ ഓരോ പാർട്ണർ ക്ലബ്ബ് ഉണ്ട്. ഈ പാർട്ണർ ക്ലബ്ബിലുള്ള ആൾക്കാരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 2 ദിവസം മുമ്പേ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സിൽവറിൽ നിൽക്കുന്ന ആൾക്ക് 1 ദിവസം മുമ്പുള്ള ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ണർ ക്ലബ്ബിൽ കയറി നമുക്ക് കറക്റ്റ് ടൈമിൽ ഓർഡർ ഡെലിവറി ചെയ്താൽ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൂടും. ഈ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടുതൽ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, കൂടുതൽ ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ ഇൻസെന്റീവ്സും കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് വിളിക്കുന്നത് മരണപ്പാച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്പനി കാരണം ഉണ്ടാകുന്ന കമ്പനി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അല്ലാതെ ആരും വേണമെന്ന് വെച്ച് അതൊരു ഇടവിലൊക്കെ കൊണ്ടുപോയി ഫുഡ് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്നതല്ല. ഇത് സ്വിഗ്ഗിക്കാരുടെ ഒരു ചെറ്റ പരിപാടിയാണ്. ആൻഡ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറിന് മിനിമം കൊടുക്കുന്നത് 25 രൂപയാണ്. 25 രൂപ. അതായത് 5 കിലോമീറ്ററിനകത്ത് വരെയുള്ള ഓർഡറിന് മിനിമം കൊടുക്കുന്നത് 25 രൂപയാണ്. അതായത് 5 കിലോമീറ്റർ പോകുന്നു, 5 കിലോമീറ്റർ ആയി കംപ്ലീറ്റ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ വരുന്ന ഏണിങ്സും കാര്യങ്ങളൊന്നും സ്വിഗ്ഗി തരത്തില്ല. 5 കിലോമീറ്റർ നമ്മളോട് 25 രൂപ. തിരിച്ച് നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ മതി. ഇതാണ് സ്വിഗ്ഗിയുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും. ഇപ്പൊ സ്വിഗ്ഗിയിൽ നമ്മൾ ഓടുന്ന ടൈമിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എല്ലാം നാളെ നൈറ്റ്, അതായത് ഒരു 12 മണിക്ക് ശേഷം ആയിരിക്കും. നാളെ നൈറ്റ് 12 മണിക്ക് ശേഷം ആയിരിക്കും നമുക്ക് അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ടൈം വരെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഫണ്ടൊന്നും കാണത്തില്ല. അപ്പൊ പലരും പെട്രോൾ അടിക്കാനുള്ള പൈസയൊക്കെ മാത്രം മാറ്റി വെച്ചിട്ടായിരിക്കും സ്വിഗ്ഗിയോടെ ആവുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും. ഈ ക്യാഷ് ഓൺ ഡെലിവറി ഇന്ന് നമ്മൾ ഓടുന്ന ഏണിങ്സ് നാളെ കട്ട് ചെയ്യും. നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് കട്ട് ചെയ്യും. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് ഏണിങ്സിനെ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ സാലറി കൂടെ കട്ട് ചെയ്യും. കുറവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ബാലൻസ് ബാക്കി തരും. ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സോണിനും, കേരളത്തിലുള്ള എല്ലാ സോണിനും ഒരേ ക്യാഷ് ഓൺ ഡെലിവറി ലിമിറ്റ് ആയിരിക്കത്തില്ല. പാർട്ണറിന് വലിയ സോണുകളിൽ 2000 രൂപയായിരിക്കും, കൊച്ചു സോണുകളിൽ 5000 രൂപയായിരിക്കും. അപ്പൊ ഈ 2000 രൂപ ഒക്കെ ലിമിറ്റ് ഉള്ള സോണിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 2000 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ലിമിറ്റ് വീഴും. ലിമിറ്റ് വീഴുന്ന സമയത്ത് ഒരിക്കലും CDM-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആപ്പിൽ അടച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ID ഓഫ് ആയി പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ 2-3 തവണയൊക്കെ CDM യൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് ഈ CDM-ന്റെ പൈസ ഇങ്ങനെ ബാങ്കുകാർ പിടിച്ചുകൊണ്ടിരിക്കും. ഇവർ കിട്ടുന്ന ഏണിങ്സിന്റെ ഒരു 10% അല്ലെങ്കിൽ 15% തന്നെ CDM-ന്റെ ഇതിനായിട്ട് പോകും. ബാങ്കുകാരെങ്ങനെ പിടിച്ചുകൊണ്ടു.